ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. പുതിയ നിയമത്തിലെ ചില പ്രമാണികൾ, അതാണ് നമ്മുടെ ധ്യാന വിഷയം. ചില പ്രമാണികൾ, സർട്ടൻ ലീഡേഴ്സ്, സർട്ടൻ റൂളേഴ്സ്. ഒരു പ്രമാണി പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽക്കൽ വന്ന് വീണു. 12 വയസ്സുള്ള ഏക മകൾ മരിപ്പാറായി കിടക്കുന്നു, വന്ന് സൗഖ്യം തരണമെന്ന് പറഞ്ഞു. പോകുന്ന വഴിയിൽ തന്നെ വിവരം അറിഞ്ഞു, ആ മകൾ മരിച്ചുപോയി. വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി യായിറോസിന്റെ വീട്ടിൽ ചെന്നു. ബാലയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് വിളിച്ചു. ബാലയെ എഴുന്നേൽപ്പിച്ചു. അവൾ ജീവനോടെ ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. ദൈവനാമം മഹത്വപ്പെട്ടു. മറ്റൊരു പ്രമാണിയെക്കുറിച്ച് ലൂക്കോസ് 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പള്ളിപ്രമാണി. ആ പള്ളിപ്രമാണി എന്താണ് ചെയ്തത്? 18 നീണ്ട സംവത്സരമായി കൂനി നടക്കുന്നതായ ആ സ്ത്രീയെ കർത്താവായ യേശുക്രിസ്തു തൊട്ടു നിവർന്ന് നടക്കുമാറാക്കി. ബന്ധനങ്ങൾ, രോഗബന്ധനം അഴിഞ്ഞു. അവൾ സമാധാനത്തോടെ വീട്ടിലേക്ക് പോയി. അത് ഈ പള്ളിപ്രമാണിക്ക് ഇഷ്ടമായില്ല. ശാപത്തിലല്ലേ, അതൊരിക്കലും ചെയ്യരുത്. വേദനാജനകമായ ഒരു സമീപനമായിരുന്നു അത്. ദൈവാലയത്തിൽ എന്ത് അനിഷ്ട സംഭവങ്ങളും നടക്കാം. വന്ന ആളുകൾ കൂനി വന്ന് കൂനിയായിട്ട് തന്നെ എത്രയോ പ്രാവശ്യം അവൾ തിരികെ പോയി. ഇന്ന് കർത്താവുള്ളതായ ദിവസത്തിൽ ആ കൂനിയായിരിക്കുന്ന സ്ത്രീ കടന്നു വന്നു. അവൾ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൾ വീട്ടിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏത് നല്ല പ്രവൃത്തിയെയും വിമർശിക്കുന്ന ചില ദൈവമക്കളുടെ പ്രവണത അത് പൈശാചികമാണ്. ഇവിടെ ആ പ്രമാണിൽ ലജ്ജിക്കേണ്ടതായിട്ട് വന്നു. കാളയെ അഴിച്ചുവിടാം, ബന്ധനത്തിൽ കിടക്കുന്ന മനുഷ്യനെ അഴിക്കാൻ വയ്യ എന്ന് ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഏത് നന്മയെയും വിമർശിക്കുന്ന പ്രവണത തെറ്റാണ്. ഇനി തുടർന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രമാണിയാണ്, ചുങ്കക്കാരിൽ പ്രമാണിയായിരിക്കുന്ന സക്കായി. വായിക്കാം. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ഇവിടുത്തെ പ്രമാണി ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായിയാണ്. ചുങ്കം പിരിക്കുന്ന ജോലിയാണ്. റോമൻ ഗവൺമെന്റിന് വേണ്ടി യഹൂദന്മാരിൽ നിന്ന് ചുങ്കം പിരിച്ച് അവരുടെ എല്ലാവരുടെയും അപ്രീതി സമ്പാദിച്ച ഒരു വ്യക്തി അവിഹിതമായി ചുങ്കം പിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും വെറുപ്പാണ്. ദി മോസ്റ്റ് ഹേറ്റഡ് മാൻ ഇൻ ദാറ്റ് ഡിസ്ട്രിക്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും വെറുക്കുന്ന ഒരു വ്യക്തി. ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്രകാരം വായിക്കുകയുണ്ടായി. നമ്മൾ കാർപ്പിച്ച് തുപ്പിയ കഫം അവിടെ കിടക്കുന്നു, അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുക, അത് ആ കഫം, ആ തുപ്പൽ എന്ന് പറയുന്ന ചുങ്കക്കാരന് എന്തുമാത്രം വൃത്തികെട്ടതായ ഒരു കൂട്ടമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. തുപ്പലിന് സമൻ എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ജനങ്ങളോട് അന്യായമായി ചുങ്കം പിരിക്കും. മാത്രമല്ല, ചുങ്കക്കാരുടെ പ്രമാണിയാണ്. അദ്ദേഹത്തിന് കീഴിൽ തന്നെ അനേക ചുങ്കം പിരിക്കുന്ന ജോലിക്കാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. വലിയ ധനാഢ്യനാണ്, നല്ല അധികാരിയാണ്. കാരണം ഒരു ടാക്സ് കളക്ടറാണ്, ഓഫീസറാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ ഈ സക്കായി ഒരു യഹൂദനായിരിക്കണം. ചുങ്കം പിരിക്കുന്ന ജോലി യഹൂദന്മാർക്ക് പൊതുവെ ഇഷ്ടമല്ല. എങ്കിലും ഏതെങ്കിലും വിധത്തിൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഏറ്റെടുക്കുന്നതായ ഒരു ചുമതലയാണ് ചുങ്കം പിരിക്കുക. ദൈവത്തിന് യഹൂദന്മാർ തന്നെ അവരെ വെറുത്തിരുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പക്ഷേ ഹി വാസ് വെൽത്തി ബട്ട് നോട്ട് ഹാപ്പി. സക്കായിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, നല്ല വീടുണ്ട്, നല്ല കുടുംബമുണ്ട്. പക്ഷെ അന്തരംഗം ഒരിക്കലും സന്തോഷം അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഉന്നതമായ ഉദ്യോഗസ്ഥനാണ്. ഭാഗ്യമായി പോയി അദ്ദേഹത്തിന്റെ അന്തരംഗത്തിൽ ഒരു ആത്മീയമായ ദാഹമുണ്ടായി. യേശുവിനെ ഒന്ന് കാണണം. അത് വളരെ മനോഹരമാണ്.
അത് വളരെ സന്തോഷമാണ്. ഏത് പാപച്ചെളിയിൽ കിടക്കുന്ന വ്യക്തിക്കും യേശുവിനെ ഒന്ന് നോക്കണമെന്ന് തോന്നുന്നത് ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരമാണ്. ഹല്ലേലൂയ. ആള് ചീത്തയാണെങ്കിലും ആഗ്രഹം നല്ലതായിരുന്നു. സഖായി അദ്ദേഹത്തിൻ്റെ ഓഫീസും മേശയെല്ലാം പൂട്ടിക്കെട്ടി യേശു വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കാണാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. എന്താണ്? പൊക്കത്തിൽ കുറഞ്ഞവനാണ്, ഉയരം കുറഞ്ഞവനാണ്. യേശുവിനെ കാണുവാൻ വേണ്ടി ഓടിച്ചെന്നു. വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലാണ് യേശു. ആ ജനക്കൂട്ടം കാരണം അദ്ദേഹത്തിന് പൊക്കം കുറവും കൂടെ ഉണ്ട്, അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. ഞാൻ അതിനോട് ചേർത്ത് പറയുകയാണ്, കർത്താവിനെ കാണണമെന്ന ആഗ്രഹത്തോടെ അടുത്തു വരുന്ന ദൈവമക്കൾക്ക് തടസ്സമായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. കാണണം എന്നുള്ള ആഗ്രഹം നല്ലതാണ്, പക്ഷേ രണ്ട് കാര്യങ്ങൾ തടസ്സം നിൽക്കുന്നു. ഒന്ന്, വ്യക്തിപരമായി ജീവിതത്തിലെ ചില തടസ്സങ്ങൾ. സക്കായിക്ക് പൊക്കം കുറവാണ്. ഞാൻ ശാരീരികമായിട്ടുള്ള കാര്യം മാത്രമല്ല പറയുന്നത്. അവനവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെന്ന് കണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഞാൻ എടുത്തു പറയട്ടെ, യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് അടുത്തു വരുന്ന ദൈവമക്കൾക്ക് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നത് കൂടെ നടക്കുന്നതായ കുറേ അനുഗാമികളാണ്, ദൂരെ നിൽക്കുന്നവരല്ല. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന പലരും ആഗ്രഹത്തോടെ കടന്നു വരുന്നവർക്ക് യേശുവിനെ കാണാൻ തടസ്സം സൃഷ്ടിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിനെ കാണാൻ ആഗ്രഹം വന്ന അത് വളരെ ആഴമേറിയ ആത്മാർത്ഥമായൊരു ആഗ്രഹമായിരുന്നു സക്കായിക്ക്. സക്കായി പിന്മാറിയില്ല, സക്കായി മുന്നോട്ട് ഓടി. കർത്താവായ യേശുവും ജനവും വരുന്നതിൻ്റെ മുന്നിലേക്ക് ഓടി ഒരു അത്തിവൃക്ഷത്തിന്മേൽ കയറി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വാച്യാർത്ഥ കർത്താവിനെ കണ്ണത് എല്ലാം കാണുന്നില്ല എങ്കിലും ദൈവം സർവശക്തനും എല്ലാം കാണുന്നവനുമല്ലേ. ഒരു ടാക്സ് കളക്ടർ ഓഫീസർ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നീലയും കറുപ്പുമുള്ളതായ വസ്ത്രം ഇട്ടുകൊണ്ട് അധികാരത്തോടെ വാഴുന്നതായ വ്യക്തി ഇതാ മുന്നിൽ ഓടുകയാണ്. മാത്രമല്ല, മരത്തിൽ പിടച്ചു കയറുകയാണ്, കൊമ്പുകളുടെ ഇടയിൽ കയറി ഇരിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നെ യേശു കാണരുത്, പക്ഷെ എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ആ ഉള്ളത്തിലൊരാഗ്രഹം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഞാനത് പറയുമ്പോൾ എൻ്റെ ഉള്ളം ത്രസിക്കുന്നുണ്ട്. ദൈവത്തിന്, എൻ്റെ യേശുവിനെ നിങ്ങൾ നോക്കി കണ്ടാൽ അറിയാതെ പാടിപ്പോയി, യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, സ്നേഹമാ നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ഇരിക്കുമോ? അവൻ ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനല്ലേ? അവൻ വെണ്മയും ചുവപ്പും കലർന്നവനല്ലേ? ദൈവമക്കളെ, എവിടെയെങ്കിലും വായിച്ചു പറയുന്നതായ വാക്കുകളുടെ കസർത്തല്ല നിങ്ങൾ കേൾക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പാവപ്പെട്ട അടിയൻ്റെ ഇരുണ്ടുപോയതായ കണ്ണ് തുറന്നു തന്നു. അതിന് മുഖാന്തരമായത് വചനം കേട്ടതും വചനം അംഗീകരിച്ചതും വചനം ഉൾക്കൊണ്ടതുമാണ്. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ അവൻ്റെ രൂപം, ദൈവത്തിന് സ്തോത്രം, അടിയനൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ മരക്കൊമ്പിൽ ഇരുന്നുകൊണ്ട് സക്കായി യേശുവിനെ കണ്ണിറയെ ആഗ്രഹത്തോടെ കണ്ടു. ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ നിന്ന് കൊടുക്കുകയാണ്. മേളിലേക്ക് കൂടെ നോക്കി മുഖവും കൂടെ ക്ലിയറായിട്ട് കാണാം. അയ്യോ, എനിക്ക് ശരിക്കും കാണാൻ പറ്റിയല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിന്ന് തന്നല്ലോ. ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. നീ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചേ 100 സ്റ്റെപ്പ് കർത്താവ് ഇങ്ങോട്ട് വരും. ഒരാഗ്രഹം നിങ്ങളുടെ അന്തരംഗത്തിൽ അങ്കുരിച്ചാൽ മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സക്കായി അവിടെ ഇരിക്കുന്ന യേശു കണ്ടു, പേർ ചൊല്ലി വിളിക്കുകയാണ്. എന്തുമാത്രം ചുങ്കക്കാരവിടെയുണ്ട്, പക്ഷേ എന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു യേശു, പേരറിയാവുന്ന ഒരു യേശു. സക്കായിയേ, വേഗം ഇറങ്ങി വാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. ഒരിക്കൽ നടന്നു പോയതായ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനല്ല ഇത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഉന്നതമായ സ്ഥാനത്തിൽ യേശുവിനെ കൂടാതെ വിലസുന്ന ചിലരെല്ലാം ഇത് കേൾക്കുന്നുണ്ട്. ദൈവത്തിന് സമ്പന്നനാണ്, സമൃദ്ധിയുടെ തികവിലാണ്, ഉന്നത പദവിയിലാണ്, നല്ല ഉദ്യോഗമുണ്ട്, നല്ല കുടുംബമുണ്ട്, നല്ല ബംഗ്ലാവ് പോലത്തെ വീടുണ്ട്, നല്ല വാഹനമുണ്ട്.
നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്, എല്ലാറ്റിൻ്റെയും മേളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്കിലും ദൈവത്തിൻ്റെ കൃപ നിന്നെ ഒന്ന് ഉണർത്തി യേശുവിനെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം അകത്ത് തന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് വന്നത്. നിങ്ങൾക്ക് തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ. നിങ്ങൾ ഇത്രമാത്രം ആളുകൾ ഈ വചനം കേൾക്കാൻ വന്നില്ലേ? നിങ്ങളുടെ അന്തരംഗത്തിൽ യേശുവിൻ്റെ വചനം കേട്ട് രൂപാന്തരം പ്രാപിക്കണം എന്നുള്ളൊരാഗ്രഹം ദൈവം തന്നുകൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് വന്നത്. അത് ദൈവം കണ്ടു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സക്കായിയെ വേഗം ഇറങ്ങുക, താമസിച്ചില്ല. ആ രംഗം നിങ്ങൾക്കിത് കാണാം. ഊർന്നിറങ്ങാണ്, ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു, യേശുവിൻ്റെ കാൽക്കൽ അങ്ങ് വീണു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളിപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണോ? നിങ്ങളായിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന പദവിയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ജഡമോഹത്തിൽ നിന്ന് താഴെ ഇറങ്ങി അരുമനാഥന്റെ കാൽക്കൽ നിന്നെ തേടി വന്ന് യേശുവിൻ്റെ കാൽക്കൽ നിന്ന് വീഴാൻ തയ്യാറാണോ? ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന മാനസാന്തരത്തിന്റെ സുദിനമാണ്. നിന്നോട് വേറെ ചൊല്ലി വിളിക്കുകയാണ്, മകനെ വേഗം എൻ്റെ അടുക്കിലേക്ക് വാ. ഹല്ലേലൂയ. സക്കായി വേഗം യേശുവിൻ്റെ കാൽക്കൽ വീണു. ഇനി നിങ്ങളെ യേശുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് കർത്താവ് സക്കായിയോട് പറഞ്ഞ വാക്കുകൾ നിന്നോട് പറയുന്നതായി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, ആരാണിത് പറയുന്നത്? പരിശുദ്ധനായ തേജമാനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പാപികൾ പ്രധാനിയും വൃത്തികെട്ടനുമായിരിക്കുന്ന സക്കായിയുടെ മദ്യവും ലഹരിയും ദൈവത്തിന് സ്തോത്രം കള്ളപ്പണവും എല്ലാം വിലസുന്നതായ വീട്ടിൽ താമസിക്കാൻ വരികയാണെന്നാണ് പറയുന്നത്. സക്കായി വിറച്ചുപോയി. ജീസസ് ക്രൈസ്റ്റ് കെയിം ടു സീക്ക് ആൻഡ് സേവ് ദാറ്റ് വിച്ച് ഈസ് റോട്ടൺ ആൻഡ് ലോസ്റ്റ്. കൊടുംപാപികളെ തേടി വന്ന കർത്താവായ യേശുക്രിസ്തു പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവികമായ കാര്യപരിപാടി നിവർത്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സക്കായി യേശുവിൻ്റെ കൂടെ പോകാൻ തുടങ്ങി. സക്കായി അവിടെ നിന്നു. സക്കായിയോ നിന്നു എന്നാണ് നാം വായിക്കുന്നത്. സക്കായി വായിച്ച് 19 വാക്യം വായിച്ച്. സക്കായിയോ നിന്ന്, സക്കായിയോ നിന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സക്കായിയോ നിന്നു. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഇതുവരെ വന്നതായ ജീവിതത്തിൽ നിന്ന് അവസാനത്തെ സ്റ്റെപ്പായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ അവസ്ഥയിൽ എൻ്റെ യേശു എൻ്റെ വീട്ടിലേക്ക് വരാൻ ഒക്കുകയില്ല. എൻ്റെ വീട് വലുതാണ്, എല്ലാ സൗകര്യങ്ങളും ഇരിപ്പിടവും എല്ലാം ഉണ്ട്. പക്ഷെ തേജോമയനായ പരിശുദ്ധനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് വരാവുന്നൊരു വീടല്ല എൻ്റേത്. അവനേറ്റു പറയുകയാണ്, ഞാൻ അവിഹിതമായ അനേക കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അനേക വസ്തുക്കൾ അവിഹിതമായി സമ്പാദിച്ചതായ പണം കൊണ്ട് സമാഹരിച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം മടക്കി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. തിരികെ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. 10 മടങ്ങായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. തെറ്റുകൾ തിരുത്താൻ മനസ്സാണെങ്കിൽ മാത്രമേ യേശു വീട്ടിലേക്ക് വരികയുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എങ്ങനെയാണ് ഈ മാറ്റം വന്നത്? ഇരുട്ട് വെളിച്ചമായി മാറുകയാണ്. യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടുക്കൽ വന്ന് നിന്നപ്പോൾ, യേശു 2 വാക്ക് സംസാരിച്ചപ്പോൾ സാത്താൻ ഇളകി. ദൈവത്തിന് സ്തോത്രം. ഇളക്കത്തിൻ്റെതായ വീണ്ടും ജനനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അതിനെന്താണ്? തെറ്റുകൾ കണ്ടു. ആ വെളിച്ചത്തിൽ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്തു. അരുതാത്തത് പലതും എൻ്റെ ദൈവത്തിന് സ്തോത്രം പണപ്പെട്ടിക്കകത്തുണ്ട്. എൻ്റെ സമ്പത്ത് ചൊവ്വ നേരെയുള്ളതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറ പരിശുദ്ധമല്ല. അതൊന്ന് തിരുത്തേണ്ടതായ ആവശ്യമുണ്ട്. എല്ലാം വാങ്ങിക്കൂട്ടണം എന്ന് തോന്നിയതായ ആ വ്യക്തി, അത് മാത്രം ചിന്തയുണ്ടായിരുന്ന വ്യക്തി, ഇപ്പോൾ കർത്താവ് വന്നപ്പോൾ യു ടേൺ തിരിഞ്ഞു. എനിക്ക് മടക്കി കൊടുക്കണം. ദൈവമക്കളെ, ഇന്നത് നടക്കണം. നിങ്ങളുടെ മനസ്സിനകത്ത് ചില കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നില്ലേ? ചില മോഷണ വസ്തുക്കൾ ഇരിക്കുന്നില്ലേ? ചിലരോട് മാപ്പി ചോദിക്കാനായിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. വെറുതെ ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് കൈപൊക്കിയാൽ പോരാ. ഞാൻ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് നടന്നാൽ പോരാ. ദൈവത്തിന് ഡിമോൺസ്ട്രേറ്റ് ദി ഇൻവേർഡ് ചേഞ്ച് ബൈ ദി ഔട്ട്വേർഡ് ആക്ഷൻസ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവമക്കൾ ചില വീടുകൾ കയറണം, ചില വ്യക്തികളുടെ കാൽക്കൽ വീഴണം, ചിലതെല്ലാം മടക്കി കൊടുക്കണം, ചില തെറ്റുകളെല്ലാം തിരുത്തണം. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, സത്യമായ മാനസാന്തരം അത്
അകത്ത് നടന്നോ അത് പുറത്ത് വെളിപ്പെടും എന്നുള്ള യാതൊരു സംശയമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു സക്കായുടെ വീട്ടിലേക്ക് ചെന്നു. തെറ്റുകൾ തിരുത്തിയാൽ യേശു വന്ന് വസിക്കും. നീയും അബ്രഹാമിന്റെ മകനായാൽ ഇന്നും ഈ ഭവനത്തിന് രക്ഷ വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എ ഹൗസ് ഹോൾഡ് സാൽവേഷൻ. അവിടെ ആരെല്ലാം വലിയ ഉന്നത നേതാക്കന്മാരും റോമ ഗവൺമെന്റിന്റെ അധികാരവും ഉള്ളതായ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്. രക്ഷ വരണമോ? ഏക സത്യരക്ഷകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശു വന്നാൽ കുടുംബം സ്വർഗമാകും. വ്യക്തിപരമായി നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കർത്താവായ യേശുക്രിസ്തു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. വ്യക്തികൾ കൊച്ചു കൊച്ചു സ്വർഗമായി മാറണം. കുടുംബം കൊച്ചു കൊച്ചു പരദീസയായി മാറണം. അതിന് വേറെ കുറുക്കുവഴിയൊന്നുമില്ല. കർത്താവായ യേശുക്രിസ്തു ചുങ്കക്കാരിൽ പ്രമാണി. ദൈവത്തിൻ്റെ സ്തോത്രം. ആദ്യം പാപികൾ പ്രമാണിയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ പരിശുദ്ധന്മാരുടെ നിരയിലേക്ക് എൻ്റെ കർത്താവായ യേശുക്രിസ്തു രക്ഷയുടെ സന്തോഷത്തിലേക്കും അവനെ കൊണ്ടുവന്നിരിക്കുന്നു. അത് നമുക്ക് സാധനപാഠമായിരിക്കട്ടെ. അടുത്ത പ്രമാണി ആരാണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ മറ്റൊരു പ്രമാണി, 4-ാമത്തെ പ്രമാണി ആരാണ്? പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദോമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിക്കോദീമോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. വായിക്കാം. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബീ, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, നീക്കോദീമോസ് യഹൂദന്മാരുടെ പ്രമാണിയാണ്. ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ്. ദൈവത്തിന് സ്തോത്രം. സന്നിധി സംഘത്തിന്റെ അംഗമാണ്. എ മെമ്പർ ഓഫ് ദി ജൂയിഷ് കൗൺസിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അന്നത്തെ കൗൺസിലിന്റെ പ്രധാനപ്പെട്ടതായ ചിന്താ വിഷയവും അവരുടെ ചർച്ചാ വിഷയവും ഈ യേശുക്രിസ്തുവിനെ വകവരുത്തണം. നമ്മുടെ സഭ നിൽക്കണമെങ്കിൽ, ദേവാലയം മുന്നോട്ട് പോകണമെങ്കിൽ യേശുവിനെ വകവരുത്തിയേ മതിയാവുകയുള്ളൂ. തൂക്കിക്കൊല്ലാനുള്ള ആലോചനയാണ്. അതിൻ്റെ മധ്യത്തിലാണ് നിക്കോദീമോസ് യേശുവിനെ കാണാൻ അടുക്കലേക്ക് വരുന്ന രാത്രിയിൽ. പരസ്യമായിട്ട് വരുവാൻ അദ്ദേഹത്തിന് ചില തടസ്സങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അദ്ദേഹം ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. ഹല്ലേലൂയ. വിളിക്കുന്ന റബി എന്നാണ്. എന്താണ് പറയുന്നത്? നീ ദൈവത്തിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ദൈവം നിന്നോട് കൂടിയുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയാലാണ് നീ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. വളരെ മനോഹരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ഗുരുവെന്നാണ് വിളിക്കുന്നത്. നിക്കോദീമോസ് ഹിംസെൽഫ് ഈസ് എ റബി, ഒരു ഉപദേഷ്ടാവാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഗുരുവായിട്ട് അംഗീകരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് ഉൾക്കൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും നടത്തുന്നതെന്ന് ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. എല്ലാം പറഞ്ഞത് നല്ല കാര്യങ്ങളാണ്. ദൈവമക്കളെ, കർത്താവ് നിക്കോദീമോസിനെ സ്നേഹിച്ചു. എന്നിട്ട് വളരെ വ്യക്തമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൗത്യം അവിടെ നിറവേറ്റുകയാണ്. 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. ആമീൻ, ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ ഭംഗി വാക്കുകൾ കൊണ്ടൊന്നും കർത്താവായ യേശുക്രിസ്തു സംതൃപ്തിപ്പെടുകയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കണം. ആത്മീയത്തിൻ്റെ പൊരുൾ നിങ്ങൾ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ കൂട്ടായ്മ നല്ലതാണ്, ഞങ്ങളുടെ ദൈവദാസന്മാർ നല്ലതാണ്, അനേകം ആളുകൾ വരുന്നുണ്ട്, സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന രംഗമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടൊന്നും കേട്ട പാവപ്പെട്ട അടിയങ്ങൾ സന്തോഷിക്കും നിങ്ങൾ ധരിക്കരുത്. കർത്താവ് സന്തോഷിക്കുന്നു ധരിക്കരുത്. കർത്താവിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, യുവർ ടൈം ഫോർ വെർബൽ പ്ലേ ഈസ് ഓവർ. വാക്കുകളുടെ കസർത്തൊക്കെ അവിടെ നിർത്ത്. ഈ പോക്കുപോയാൽ നീ സ്വർഗത്തിൽ ചെല്ലുകയില്ല. ദൈവത്തിന് നിനക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടണമോ, സ്വർഗരാജ്യത്തിന് അവകാശിയായി മാറണമോ? ഉപദേഷ്ടക്കന്മാർക്കുള്ളതല്ല സ്വർഗരാജ്യം, കൗൺസിൽ അംഗങ്ങൾക്കുള്ളതല്ല സ്വർഗരാജ്യം, പ്രമാണികൾക്കുള്ളതല്ല സ്വർഗരാജ്യം. ദൈവത്തിന് സ്തോത്രം. നല്ല ഉപദേശങ്ങൾ പറയുന്നവർക്കുള്ള അല്ല സ്വർഗരാജ്യം. സ്വർഗരാജ്യം വീണ്ടും ജനിച്ച വിശുദ്ധന്മാർക്കുള്ളതാണ്. നിങ്ങൾ ഹൃദയം തുറന്ന് ചങ്ക് തുറന്ന് ഈ കാര്യം കേൾക്കണം.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ ഈ പോക്ക് പോയാൽ ദൈവരാജ്യം കാണുക പോലുമില്ല. നിനക്ക് പള്ളിയിൽ പ്രവേശനം ലഭിക്കും, കൗൺസിൽ ഓഫീസിൽ പ്രവേശനം ലഭിക്കും. ദൈവമക്കളെ ശരിയാണ്, പക്ഷെ സ്വർഗരാജ്യത്തിനകത്ത് കിടക്കണമോ? വീണ്ടും ജനിക്കണം. ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിക്കണം. അതിന് നീ എന്ത് ചെയ്യണം? ദൈവത്തിന് മോശ മരുഭൂമിയിൽ പിതൃസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മർമ്മം നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തു ഭാവിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ആ ക്രൂശിലേക്ക് നോക്കി വീണ്ടും ജന്മം പ്രാപിക്കണം. സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ നിനക്ക് തടസ്സമായിരിക്കുന്നതിൻ്റെ പാപങ്ങളാണ്. പാപങ്ങളുടെ മോചനം പള്ളിപ്പോക്ക് കൊണ്ട് നടക്കുകയില്ല, തീർത്ഥാടനം കൊണ്ട് നടക്കുകയില്ല, ദൈവത്തിൻ്റെ കർമ്മ പരിപാടികൾ കൊണ്ട് നടക്കുകയില്ല. അരുമനാഥൻ്റെ ചങ്ക് പൊട്ടി ഒഴുകിയ തങ്കച്ചോരയാൽ കഴുകൾ പ്രാപിച്ച് പഴയ മനുഷ്യൻ വിശുദ്ധനായി തീരണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു കൊച്ചു പൈതലിനെ പോലെ നീ വീണ്ടും ജനിക്കണം. അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വീണ്ടും ജനിക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. നിനക്ക് ഉപദേഷ്ടാവായിരുന്നിട്ടും വീണ്ടും ജനനത്തിൻ്റെ മർമ്മം എന്താണ് നിനക്ക് അറിയാൻ വയ്യല്ലോ എന്ന് വേദനയോടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായ ദൈവമക്കളെ? നിങ്ങൾ വീണ്ടും ജനിച്ചോ? ഈ വരവും പോക്കും മാത്രം പോരാ. ഞാൻ വീണ്ടും ജനിച്ചൊരു ദൈവ ഇതിലാണ് എന്ന് ആത്മാർത്ഥമായി പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഹൃദയം കർത്താവായ യേശുക്രിസ്തുവിനെ തുറന്നു കൊടുത്തിട്ടുണ്ടോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവകാശം ലഭിച്ചു. യേശുക്രിസ്തുവിനെ ഹൃദയം തുറന്ന് സ്വീകരിക്കുന്ന മക്കൾക്ക് മാത്രമേ സ്വർഗം തുറന്ന് അകത്ത് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നീക്കോദീമോസിന്റെ ഉള്ളത്തിൽ ആ വിത്ത് വീണ് കിട്ടി. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നാളുകളോളം രഹസ്യ ശിഷ്യനായി കഴിഞ്ഞു. പിന്നീട് നമ്മൾ ആ നീക്കോദീമോസിനെ കാണുന്നത് ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, അത് യോഹന്നാൻ 19-ാം അധ്യായത്തിൽ കാണുന്നത് അരിമത്യക്കാരൻ യോസേപ്പിനോട് ചേർന്ന് കുരിശിൻ ചോട്ടിലേക്ക് യേശുക്രിസ്തുവിനെ ക്രൂശിൽ നിന്ന് ഇറക്കാൻ വേണ്ടി നിൽക്കുന്ന രംഗമാണ്. എത്ര മനോഹരമാണ്! യേശുവിന് വേണ്ടി ജീവിതകാലത്ത് പരസ്യമായി നിൽക്കാൻ തൻ്റെ ഇടം കാണിക്കാത്തതായ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ മരണം ധൈര്യശാലിയാക്കി മാറ്റി. ദൈവത്തിന് സ്തോത്രം. നീക്കോദീമോസും അരിമത്യക്കാരൻ യോസേപ്പും കൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആണികൾ ഊരി ക്രൂശിൽ നിന്ന് ഇറക്കി. ഇപ്പോൾ അവരെ യേശുവിനെ കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിൽ നിറക്കി നിങ്ങളുടെ ചങ്കിനകത്തേക്കൊന്ന് അടക്കം ചെയ്യുന്ന സ്വർഗീയ നിമിഷമായി മാറട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവമക്കളെ കല്ലറയില്ലായിരിക്കാം, ആരെയും വെച്ചിട്ടില്ലാത്ത ഹൃദയമില്ലായിരിക്കാം. നിങ്ങളായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ചങ്ക് കർത്താവിന് വേണ്ടി തുറന്ന് യേശുവിനെ ക്രൂശിൽ നിറക്കി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവിന് രക്ഷിതാവുമായി പ്രതീക്ഷിക്കാമോ? നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശം ലഭിക്കും. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. എനിക്ക് ഒരു പ്രമാണിയെ കുറിച്ചും കൂടി വേഗം പറയുവാനായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കാരാഗ്രഹ പ്രമാണി ഫിലിപ്പൻ കാരാഗ്രഹത്തിന്റെ പ്രമാണിയാണ്. പൗലോസും ശീലാസുമാണ് അപ്പോൾ കാരാഗ്രഹത്തിലാക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ കൈ ആമത്തിലാക്കി, അവരുടെ കാലാമത്തിലാക്കി ദൈവത്തിന് സ്തോത്രം അടുപ്പിച്ച് ദൈവമക്കളെ ശരീരമെല്ലാം അടിച്ചു കീറി ഉള്ളിലെ ജയിലറക്കകത്ത് ആക്കിയതായ ആ കാരാഗ്രഹ പ്രമാണി ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി, അടുപ്പിച്ചു, തടവിലാക്കി, ആമത്തിലിട്ടു. ദൈവത്തിന് സ്തോത്രം. വേദനാജനകമായ രംഗമാണ്. അവരാകെ ചെയ്തത് എന്താണ്? കാൽവറിയിലെ സുവിശേഷ സത്യം അവർ ഘോഷിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിന് തടസ്സമുണ്ട്, സുവിശേഷത്തിന് ബന്ധനം ഉണ്ട്. നിങ്ങൾ ധരിക്കരുത്. വ്യക്തിയെ തടവിലാക്കാം, പക്ഷെ സുവിശേഷത്തെ തടവിലാക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അധികാരമുള്ളതായ വ്യക്തി അവരെ തടവിലാക്കി, ഉള്ളറയിലാക്കി, കാലാമത്തിലാക്കി. അടിക്കാമല്ലോ, തല്ലാമല്ലോ. ദൈവത്തിന് സ്തോത്രം. പട്ടിണി ഇടാമല്ലോ, പാവപ്പെട്ട ദൈവമക്കളെ എന്തും ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ അകത്തൊരു ചൈതന്യമുണ്ട്. ആ വേദന രംഗത്ത് കിടന്നുകൊണ്ട് കാലാമത്തിലായിരിക്കാം, പട്ടിണി ആയിരിക്കാം, ശരീരം മുറിവേറ്റ് അടിയേറ്റ് രക്തമാർന്നൊലിക്കുകയായിരിക്കാം. പക്ഷെ അകത്ത് ജ്വലിക്കുന്ന ഒരു തേജസ്സിന്റെ സൗന്ദര്യം, അത് യേശുവിൻ്റെ ശക്തിയാണ്, അത് സ്നേഹത്തിൻ്റെ ശക്തിയാണ്, അത് സുവിശേഷത്തിൻ്റെ ജ്വാലയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് സ്തുതി ഉയരുകയാണ്. ആ കാരാഗ്രഹത്തിന് ചരിത്രത്തിൽ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത സ്വർഗീയമായിരിക്കുന്ന ആരാധനയുടെ ശബ്ദം
ഒരു തീജ്വാല പോലെ അത് ഉയരുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്തുതിയുടെ ശക്തി മുഴങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഓടാമ്പലുകൾ ഇളകി, വാതിലുകൾ തുറന്നു, കയ്യിലെ യാമമെല്ലാം പൊട്ടിത്തെറിച്ചു പോയി. പൗലോസും ശീലാസും തടവുകാരും സ്വതന്ത്രരായി. കാരാഗൃഹ പ്രമാണിക്ക് വെപ്രാളമായി. ഹല്ലേലൂയ. 27-28 വാക്യം വായിച്ച്. കാരാഗൃഹ പ്രമാണി ഉറക്കുണർന്നു. കാരാഗൃഹ പ്രമാണി സ്തുതി കേട്ട് ഈ ഭൂകമ്പം കണ്ട് ഉറക്കമുണർന്നു. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പൊക്കളഞ്ഞുവെന്ന് ഊഹിച്ചു. വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. എല്ലാം തീർന്നു, എല്ലാവരും പുറത്തു പോയല്ലോ. ഇതാ വാതിലുകൾ മലർക്ക് തുറന്നു കിടക്കുന്നു, ചങ്ങലകൾ പൊട്ടി വീണ്ടും കിടക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവന് കടുത്ത ശിക്ഷ വരും. എന്നാൽ തന്നെത്താൻ ചത്തിയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വാളൂരി. ദൈവത്തിന്റെ സ്തോത്രം. തന്നെ അടിച്ച, തന്നെ ജയിലിലാക്കിയ, കാലാമത്തിലാക്കിയതായ ഈ കാരാഗ്രഹ പ്രമാണി ചാവട്ടെ എന്ന് വിചാരിക്കുകയല്ല പൗലോസ്. അന്തരംഗത്തിൽ കാൽവറിയിലെ സ്നേഹമാണ്, ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. നീ നിനക്ക് ദോഷമൊന്നും വരുത്തരുത്. ഞങ്ങൾ ആരും പോയിട്ടില്ല. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് ആ സ്നേഹത്തിന്റെ ശബ്ദം കേട്ടു. ദൈവത്തിന് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ. വളരെ വ്യക്തമായി നിർമ്മല സുവിശേഷം ഘോഷിച്ചു. ദൈവത്തിന് ഒരു സുവിശേഷ പ്രസംഗം നടക്കുകയാണ് കാരാഗ്രഹത്തിൽ. കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ശബ്ദം അവന്റെ ഹൃദയത്തെ തുറന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. യേശു ഹൃദയത്തിനകത്തേക്ക് രക്ഷകനായി കടന്നു വന്നു. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. അപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് വലിയൊരാഗ്രഹം. എന്താണ്? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്, കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. വായിച്ചു. അവരുടെ മുറിവുകളെ കഴുകി. ഹല്ലേലൂയ. ദൈവമക്കൾ ഇത് കേട്ടോ? നിങ്ങളത് വായിച്ചത് കേട്ടോ? ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അകത്ത് സ്വീകരിച്ച് രക്ഷയുടെ സന്തോഷത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ചെയ്ത തെറ്റുകൾ അതേപടി തിരുത്തുകയാണ്. ഒരു സമയത്ത് അവരെ അടിപ്പിച്ചു, അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി. ഇപ്പോൾ അവരെ വീട്ടിൽ സ്വീകരിച്ചു, അവരുടെ മുറിവുകൾ കഴുകുകയാണ്. വായിച്ചു. താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ദൈവമക്കളുടെ തീ പിടിച്ചതായ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളെ ഉപദ്രവിച്ചേക്കാം, നിങ്ങളെ നിന്ദിച്ചേക്കാം, നിങ്ങളെ പഴിയും ദൂഷിയും പറഞ്ഞ് ലജ്ജാപാത്രങ്ങളാക്കിയേക്കാം. പക്ഷെ നിർമ്മലമായ ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം മാത്രം അതവരെ പിടിച്ചിളക്കി കാരാഗ്രഹമായിട്ട് മാനസാന്തരത്തിലേക്ക് നയിച്ചു. പോരാ, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവനായി മാനസാന്തരപ്പെട്ടു, വീടടക്കം ആനന്ദിച്ചു. അതേ കർത്താവ് ഇന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ കാരാഗ്രഹ പ്രമാണിയെപ്പോൾ നിങ്ങൾക്ക് യേശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാമോ? ഹല്ലേലൂയ. ആ വെളിച്ചം നിങ്ങളുടെ വീട്ടിനെ പ്രകാശപൂരിതമാക്കും, അന്ധകാരം അകലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വീടടക്കം ആനന്ദം കൊണ്ട് നിറയും. സ്തുതിയുടെ ഘോഷം ഉയരാനായിട്ട് തുടങ്ങും. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? ഈ രക്ഷയുടെ സന്തോഷം നിങ്ങൾക്ക് വേണമോ? തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. കാരണം നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ചില പ്രമാണികളെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയുണ്ടായി. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഞാൻ പാപിയിൽ പ്രധാനിയാണ്, ഞാൻ പാപിയിൽ ഒന്നാമനാണ്. പക്ഷേ ദൈവമേ, നീ ഏത് കൊടും പാപിയെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഏക സത്യ രക്ഷകനാണല്ലോ. നിന്റെ ക്രൂശിലെ പരമയാഗത്തിലടിയൻ വിശ്വസിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. നീക്കോദിമോസിനെ പോലെ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറക്കുന്നു. നീ എൻ്റെ ചങ്കിനകത്തേക്ക് രാജാവും രക്ഷകരമായി കടന്നു വരണമേ. നിത്യതയുടെ തുറമുഖത്ത് നിന്നോടുകൂടെ നിത്യവാസം കഴിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.